everyone. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് ആണ്. സോ ഈ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിനകത്ത് ഫസ്റ്റ് ബ്ലോക്ക് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ബ്ലോക്കിൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ ആൻഡ് ലാറ്റിസ് വൈബ്രേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റ് അതാണ്. ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണ് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത്. അതായിരിക്കും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഇതിൽ ബേസിക്കലി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, അതിനകത്ത് സോളിഡ്സിലുള്ള സ്ട്രക്ചർ, അതിൻ്റെ ആറ്റംസിൻ്റെ ഒക്കെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ്, അത് തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ സിമിട്രി ഓപ്പറേഷൻ നേരത്തെ തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, റിഫ്ലക്ഷൻ, ഇൻവേർഷൻ, ഈ സിമിട്രീസിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതെങ്ങനെയാണ് ക്രിസ്റ്റൽ സ്ട്രക്ചറിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അതേപോലെ തന്നെ വരുന്നൊരു കാര്യമാണ് ജോമെട്രിക്കൽ അറേഞ്ച്മെന്റ്. എങ്ങനെയാണ് അതിൻ്റെ സോളിഡ്സിൻ്റെ ഒക്കെ സ്ട്രക്ചർ ഒക്കെ എങ്ങനെയൊക്കെയാണ്, ആറ്റംസ് എങ്ങനെയാണ് അതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരും. സോ ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് ആദ്യമേ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പല ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ക്രിസ്റ്റലൈനും പോളിക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്. അത് ക്ലാസിഫിക്കേഷൻ ആണ്. അതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും. സിമെട്രി ഓപ്പറേഷൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ഉണ്ട്, റിഫ്ലക്ഷൻ ഉണ്ട്, ഇൻവേർഷൻ ഉണ്ട്, റൊട്ടേഷണൽ സിമെട്രീസ് ഉണ്ട്. സോ അതും അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ വരുന്നത് ജിയോമെട്രിക് കാറ്റഗറി, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലാറ്റിസ് എന്താണ്, ബേസിസ് എന്താണ്, അതേപോലെ ബ്രെവിസ് ലാറ്റിസ് എന്താണ്, ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ട്, 7 ക്രിസ്റ്റൽ സിസ്റ്റം ഒക്കെ നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് മാത്തമാറ്റിക്കൽ പ്രൂഫ്, ലാസ്റ്റിൽ വരുന്ന മാത്തമാറ്റിക്കൽ പ്രൂഫ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൊട്ടേഷനകത്ത് വൺ ഫോൾഡ്, 2 ഫോൾഡ്, 3 ഫോൾഡ്, ഇങ്ങനെ എൻഫോൾഡ് റൊട്ടേഷൻ സിമെട്രീസ് നമ്മൾ പറയുന്നുണ്ട്. സോ അതിനകത്ത് 5 ഫോൾഡും അതിന്റെ ഹയർ 7 അങ്ങനെയുള്ളതൊന്നും ഫോർബിഡൻ ആണ്. ഇത് എന്തുകൊണ്ട് അത് ഫോർബിഡൻ ആയി എന്നുള്ളൊരു മാത്തമാറ്റിക്കൽ പ്രൂഫാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും സെക്ഷൻ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. സോ ഇത് വരുന്ന ഒരു ലെക്ചർ റോഡ് മാപ്പാണ്. സ്ട്രക്ചർ ഓഫ് സോളിഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിന്റെ സോളിഡ്സിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയും, സിമെട്രീസിനെ കുറിച്ച് പറയും, ജോമെട്രിക്കൽ അറേഞ്ച്മെന്റ് പറയുന്നുണ്ട്, ഫോർമൽ സിമെട്രീസ് ആൻഡ് പ്രൂഫ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അടുത്തത് സ്ട്രക്ചർ ഓഫ് സോളിഡ് ആണ്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് സോളിഡിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള മാറ്റർ നമ്മൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ് നമുക്കറിയാം. ഓക്കെ, സോ ഒരു സോളിഡ് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ, ഒരു സോളിഡിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിലോ അതിൽ ആറ്റംസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഏത് ഡിറക്ഷനാണ്, എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ചുറ്റും ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള ആറ്റംസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ളതൊക്കെ പൊസിഷൻ എന്താണ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടുന്നത്, അല്ലേ? അപ്പം ഒരു സോളിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റമും അതിൻ്റെ പൊസിഷൻ എന്താണ്, അറേഞ്ച്മെന്റ്സ് എന്താണ്, ഇതെല്ലാം നോക്കുമ്പോഴാണ് അതിൻ്റെ എന്ത് കിട്ടുന്നത്, ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഇല്ലെങ്കിൽ ജോമെട്രിക്കൽ അറേഞ്ച്മെന്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ആറ്റംസ്, സോളിഡ്സിലെ ആറ്റംസ് ഇന്ററാക്ട് ചെയ്യുന്നത് ഫോഴ്സസും അതേപോലെ തന്നെ ഔട്ടർ മോഷനിലുള്ള ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുകയോ എക്സ്ചേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടായിരിക്കും ആറ്റംസ് സോളിഡിൽ ഇന്ററാക്ട് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആറ്റം, അതായത് ഈ ആറ്റം ഐസൊലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു ക്യാരക്ടർ ആയിരിക്കും. അത് മറ്റേതെങ്കിലും ആറ്റംസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുകയോ ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുകയോ എക്സ്ചേഞ്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഐസൊലേറ്റഡ് ആയിട്ടിരുന്ന ഒരു ക്യാരക്ടറേ ആയിരിക്കില്ല ഇത് ഷെയർ ചെയ്യുമ്പോഴോ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴോ കാണിക്കുന്നത്. ഓക്കെ, അന്നേരം എന്താണ്, അതിന്റെ പല പ്രോപ്പർട്ടീസിനും ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മളൊരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിനെ കൺസിഡർ ചെയ്യുന്നു. എപ്പോഴും ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ നോക്കിയാൽ മതി, അതിനൊരു പെർട്ടിക്കുലർ എന്താണ് ഓർഡർ ആയിരിക്കും. കണ്ടോ, സോളിഡ്സിൽ എങ്ങനെയാണ് നമ്മുടെ ആറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്, അടുപ്പിച്ചടുപ്പിച്ചല്ലേ? ഇവിടെ അതുപോലെ തന്നെയാണ്. ഓക്കെ,
ഒരു ഓർഡർലി പാറ്റേണിലായിരിക്കും എന്ത് പോകുന്നത്, ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ ആറ്റംസ് അറേഞ്ച് ചെയ്ത് പോയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനി എന്തുകൊണ്ട് ഒരു പീരിയോഡിസിറ്റി ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ എന്തുകൊണ്ട് ഒരു പീരിയോഡിസിറ്റി ഇതിന് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഇതൊരു ലോങ് റേഞ്ച് ഓർഡർ ആണ്. ഇതിനൊരു റെക്കറിങ് പാറ്റേൺ ഉണ്ട്, അതായത് ഒരു റിപ്പീറ്റിംഗ് പാറ്റേൺ ഉണ്ട്. അറ്റോമിക് അറേഞ്ച്മെന്റ് ഈ ഒരു ലെയർ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും അടുത്ത ലെയർ വരിക, അതിൻ്റെ അടുത്ത ലെയറും അങ്ങനെ തന്നെ വരിക. സോ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന് ഉള്ള ഒരു 3 പ്രത്യേകതയാണ്: പീരിയോഡിസിറ്റി ഉണ്ട്, ലോങ് റേഞ്ച് ഓർഡർ ആണ്, റിപ്പീറ്റിംഗ് പാറ്റേൺ. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ ഒരു ബേസിക് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത്. ഇനി ഈ ആറ്റംസ് തമ്മിൽ പിടിച്ചു നിർത്തണമെങ്കിൽ അത് തമ്മിൽ ഇന്ററാറ്റോമിക് ഫോഴ്സസ് ഉണ്ടല്ലോ. ആ ഒരു ഇന്ററാറ്റോമിക് ഫോഴ്സസ് ആണ് അതിനെ ഒരു ഷേപ്പിൽ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ അതിനെന്താണ്, ഒരു ജോമെട്രിക്കൽ സ്ട്രക്ചർ അതിനുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ജോമെട്രിക് സ്ട്രക്ചർ അതിന് കാണും. സോ എന്താണ് നമ്മൾ പറയുന്നത്, ക്രിസ്റ്റലൈൻ എന്താണെന്ന് പറഞ്ഞു, ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞു, ഇന്ററാറ്റോമിക് ഫോഴ്സസിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ ഇനിയും പറയാൻ പോകുന്നത് സോളിഡ്സിന്റെ സ്ട്രക്ചറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ആണ് അടുത്തത് വരുന്നത്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറയുമ്പം സോളിഡ്സിനെ നമുക്ക് 3ആയിട്ടാണ് തരംതിരിച്ചേക്കുന്നത്. ക്രിസ്റ്റലൈൻ, നമ്മൾ സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3ആയിട്ടാണ്: ക്രിസ്റ്റലൈൻ, പോളിക്രിസ്റ്റലൈൻ, അമോർഫസ്. ഓക്കെ, എന്താണ് ക്രിസ്റ്റലൈൻ, എന്താണ് പോളിക്രിസ്റ്റലൈൻ, അമോർഫസ്? അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഈ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ വരുമ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ മെയിൻ ആയിട്ടും തിരിച്ചിട്ടുള്ളത്. ഓക്കെ, ക്രിസ്റ്റലൈൻ സോളിഡ്സ്, ഈ സോളിഡ്സിനെ മെയിൻ ആയിട്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ക്രിസ്റ്റലൈൻ എന്നും പോളിക്രിസ്റ്റലൈൻ എന്നും തിരിച്ചിട്ടുണ്ട്. അമോർഫറസ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ അല്ലാത്തതിനെയാണ് നമ്മൾ അമോർഫറസ് എന്ന് പറയുന്നത്. അതും ഇതിൻ്റെ തന്നെ എന്താണ്, ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പം സോ അമോർഫറസ് എന്ന് പറയുന്നതും ക്ലാസിഫിക്കേഷൻ ആണ്. വിച്ച് ഈസ് നോൺ ക്രിസ്റ്റലൈൻ. എന്താണ്, നോൺ ക്രിസ്റ്റലൈൻ ആണ് അതിൽ വരുന്നത്. അതിനെ നമ്മൾ എന്താണ്, നോൺ ക്രിസ്റ്റലൈനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അമോർഫസ് എന്ന് പറയുന്നത്. സോ എന്താണ് സിംഗിൾ ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിംഗിൾ ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സെയിം പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ആണ്, സെയിം ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് വരുന്നത്. നമ്മുടെ ഈ ക്രിസ്റ്റലൈൻ തന്നെയാണ് സിംഗിൾ ക്രിസ്റ്റലൈൻ എന്ന് ഞാനോട് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, സിംഗിൾ ക്രിസ്റ്റലൈൻ ആണ് ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത് തന്നെ. സോ ഇതിനൊരു സെയിം പാറ്റേൺ ആയിരിക്കും. ഓക്കെ, ഒരു സെയിം പാറ്റേൺ ഇത് ഫോളോ ചെയ്തായിരിക്കും പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു അറേഞ്ച്മെന്റ്സ് ഉണ്ട് ആറ്റത്തിൻ്റെത്, ആ സെയിം അറേഞ്ച്മെന്റ്സ് തന്നെ ആയിരിക്കും അടുത്ത ലെയറിലും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സോ ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ സിംഗിൾ എന്താണ് ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, പോളി ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സിംഗിൾ ക്രിസ്റ്റലൈൻ ചെയ്യുന്നതിനെയാണ് പോളിക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. അതില് ഒരു ഒരു സിംഗിൾ ക്രിസ്റ്റലൈനെ നമ്മൾ ഗ്രെയിൻസ് എന്ന് പറയും. ഓക്കെ, ഗ്രെയിൻസ് എന്ന് പറയും. സോ പോളിക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സിംഗിൾ ക്രിസ്റ്റലൈന് കുറെ എണ്ണം ചേരുന്നതാണ് പോളിക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. ഒരു കളക്ഷൻ ഓഫ് ഡിഫറെന്റ് സിംഗിൾ ക്രിസ്റ്റലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോളിക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ആറ്റത്തിന്റെ ഒരു കളക്ഷൻ ഉണ്ട്, അടുത്തത് വരുമ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു ആറ്റം ആയിരിക്കും, അങ്ങനെ ഇരിക്കുന്ന ഒന്നിന്റെ ഒരു ക്രിസ്റ്റലൈൻ്റെ കളക്ഷൻ ആയിരിക്കും. അടുത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സിംഗിൾ ക്രിസ്റ്റലൈൻ്റെ എന്താണ്, ഒരു കളക്ഷനെയാണ് പോളിക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്.
ഓക്കെ. സോ അതില് ഈ ഒരു സിംഗിൾ ക്രിസ്റ്റലൈനെ നമ്മൾ ഗ്രെയിൻസ് എന്ന് പറയും. സോ ഇങ്ങനെ പല ഗ്രെയിൻസും കൂടെ കമ്പൈൻ ചെയ്തുണ്ടായിരിക്കുന്ന ഒരു ചെറിയ ക്രിസ്റ്റലൈനെയാണ് നമ്മൾ പോളിക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനിയും പറയുന്നതാണ് അമോർഫസ്. അമോർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൽ നിന്നെല്ലാം വ്യത്യാസമാണ്. ലാക്ക് ഓഫ് പീരിയോഡിസിറ്റി. അതായത് ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 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 ഇങ്ങനെ എന്താണ് തോന്നിയിടത്തായിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കും. സോ അതാണ് അമോർഫസ് എന്ന് പറയുന്നത്. സോ ഇതാണ് അറ്റോമിക് അറേഞ്ച്മെന്റ് ബേസിസിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ. അറ്റോമിക് ബേസിസിന്റെ കേസിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എടുക്കുകയാണെന്ന് എന്തായിരിക്കും വരുന്നത്? പ്രോപ്പർട്ടീസ് വിൽ ബി ഡിഫറെന്റ്. എങ്ങനെ? നമ്മൾ പറഞ്ഞു ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഇതെല്ലാം എന്താണ് അറേഞ്ച് ചെയ്തേക്കുന്നത് സെയിം ഓർഡർ ആയതുകൊണ്ട് തന്നെ അതിന് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. നല്ല സ്ട്രെങ്ത് കാണും. ഒരു റിപ്പീറ്റിംഗ് പാറ്റേൺ ആണ്. സോ അതിന് നല്ല സ്ട്രെങ്ത് കാണും, ഹൈ കണ്ടക്ടിവിറ്റി കാണും. ഓക്കെ. നല്ല കണ്ടക്ടിവിറ്റിയും സ്ട്രെങ്തും ഒക്കെ അതിനുണ്ടായിരിക്കും. എക്സാമ്പിൾ ആണ് ദാ ഇവിടെ കൊടുത്തേക്കുന്ന ഡയമണ്ട്, ക്വാർട്സ്, ടേബിൾ സോൾട്ട്. ടേബിൾ സോൾട്ട് എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സോൾട്ട്, NaCl. ഇനി പോളിക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഗ്രെയിൻസ് ആണ്. എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സിംഗിൾ ക്രിസ്റ്റലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പോളിക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എന്തായിരിക്കും അത് തമ്മിലുള്ള ഗ്രെയിൻസ്, അതായത് ഗ്രെയിൻസ് നമ്മൾ പറഞ്ഞു പലതും പലതായിരിക്കും. അതായത് ഒന്നിങ്ങനെ നേരെ പോവാണെങ്കിൽ വേറൊന്ന് വളഞ്ഞായിരിക്കും പോകുന്നത്, ചിലത് വട്ടത്തിലായിരിക്കും, ചിലത് നീളത്തിലായിരിക്കും. സോ ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. പോളിക്രിസ്റ്റലൈനകത്ത് ഗ്രെയിൻസ് എടുക്കുവാണെങ്കിൽ ഓരോ ഗ്രെയിൻസും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അതിന് എന്തായിരിക്കും? ഇന്റർമീഡിയറ്റ് ആയിരിക്കും സ്ട്രെങ്തും കണ്ടക്ടിവിറ്റി. ഓക്കെ. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റീൽ, അലൂമിനിയം, അതേപോലെ തന്നെ സെറാമിക്. സെറാമിക്കും എന്താണ്? അതിന് എക്സാമ്പിൾ ആണ്. സെറാമിക് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് ഈ ഒരു ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. ഇനി അമോർഫസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാക്സ് പീരിയോഡിസിറ്റി. അതിന് പീരിയോഡിസിറ്റി ഇല്ല. ഞാൻ പറഞ്ഞതാ ഇതുപോലെ ഇങ്ങനെ തോന്നിയ പോലെ ഇവിടെ ഒരു ആറ്റം ആണെങ്കിൽ ഇവിടെ വേറൊരു ആറ്റം, ഇവിടെ വേറൊന്നും, അങ്ങനെ അങ്ങനെ ഇറ്റ് ജസ്റ്റ് ലൈക്ക് എ റാൻഡംലി അറേഞ്ച്മെന്റ്. ക്രിസ്റ്റലൈൻ എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അമോർഫസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ലാക്ക് പീരിയോഡിസിറ്റി. അതേപോലെ ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും. ലാക്ക് പീരിയോഡിസിറ്റി ആൻഡ് ലോങ് റേഞ്ച് ഓർഡർ വരില്ല. ലോങ് റേഞ്ച് എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സിനാണ് ലോങ് റേഞ്ച് ഉള്ളത്. സോ അതിന് നേരെ ഓപ്പോസിറ്റ് ആകുമ്പോൾ അമോർഫസ് വിൽ ബി ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? സ്ട്രെങ്തും കണ്ടക്ടിവിറ്റിയും എന്താണ്? കുറവാണ്. അതിന് എക്സാമ്പിൾ ആണ് ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക്. ഇതെല്ലാം അതിന് എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. സോ നമ്മൾ ക്ലാസിഫിക്കേഷന്റെ കാര്യം എല്ലാം പറഞ്ഞു. ക്രിസ്റ്റലൈന്, പോളിക്രിസ്റ്റലൈന്, അമോർഫസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു. പോളിക്രിസ്റ്റലൈനിൽ ഗ്രെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഗ്രെയിൻസ് ആണ് അവിടുത്തെ എന്താണ് ഓരോ ഗ്രെയിൻസിലാണ് പോളിക്രിസ്റ്റലൈൻ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെന്താണ് അമോർഫസ് പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങൾ അതിൽ കവറപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെട്രീസ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് സിമെട്രി എന്ന് പറയുന്നത്. സോ എന്താണ് സിമെട്രി ഓപ്പറേഷൻ? നമ്മൾ കുഞ്ഞുനാളിലെ മുതൽ പഠിക്കുന്നതാണ് സിമെട്രി ഓപ്പറേഷൻസ് അല്ലേ? എന്താണ് സിമെട്രി? നമ്മൾ ഒരു ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ആറ്റത്തിനെ നമ്മൾ എടുത്തു. ഓക്കെ. ഈ ഒരു അറേഞ്ച്മെന്റിൽ ഇരിക്കുന്ന ഒരു ആറ്റത്തിനെ നമ്മൾ എടുത്തു. നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ചിട്ടാലും ഒന്ന് നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ചിടുമ്പോൾ എന്താണ്? ഈ സൈഡിലെ ആറ്റം ഇങ്ങോട്ടേക്ക് വരും. ഇതൊരു റിവേഴ്സ്, അതിന്റെ തന്നെ ഒരു റിവേഴ്സ് ഓർഡറിലേക്ക് ഇത് മാറും അല്ലേ? പക്ഷെ പ്രസന്റ്ലി നോക്കുമ്പോൾ എന്താണ്? സെയിം തന്നെയാണ്. അതായത് ഒരു ഒബ്ജക്റ്റ് അങ്ങനെ ഇരിക്കുന്നു, ആ ഒബ്ജക്റ്റിലെ ഞാനൊന്ന് തിരിച്ചിടുകയോ ഇല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ട്രാൻസ്ലേഷൻ ഞാൻ കൊടുക്കുകയോ ചെയ്തപ്പോൾ അത് അതേപോലെ തന്നെ ഇരിക്കുന്നു. ഇൻവേരിയന്റ് ആണ്. അവിടെ ഓപ്പറേഷൻ നടന്നു, അല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തൊരു കാര്യം അവിടെ നടന്നു, പക്ഷേ ഇൻവേരിയന്റ് ആയിട്ട് ഇൻഡിഫറെന്റ് ആയിട്ട് എങ്ങനെയാണോ അതിരുന്നത് അതേപോലെ തന്നെ ഇൻവേരിയന്റ് ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ ഒരു സിമെട്രി ഓപ്പറേഷൻ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനെയാണ് നമ്മൾ സിമെട്രി ഓപ്പറേഷൻ. എന്തായിരിക്കും? ആ ഒബ്ജക്റ്റിന് ഒരു മൂവ്മെന്റ്, ഒരു ഇതുപോലും ഡിഫറൻസ് പോലും ഇല്ലാതെ ഇൻവേരിയന്റ് ആയിട്ട് അതേപോലെ കാണിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ എന്താണ്? സിമെട്രി ഓപ്പറേഷൻ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമെട്രി ഓപ്പറേഷൻ പഠിക്കാനുണ്ട്. എത്ര തരം? ട്രാൻസ്ലേഷണൽ സിമെട്രിയാണ് ആദ്യത്തേത്. ബേസിക് ആയിട്ടുള്ളതാണ് ട്രാൻസ്ലേഷണൽ സിമെട്രി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്യും. ഇതിന്റെ ഡിസ്റ്റൻസ് എ തൊട്ട് ബി വരെയുള്ളത് എ ആണ്. ഇതിനെ നമ്മൾ ഈ ഒരു എ ബി എന്ന് പറയുന്നത് അതേപോലെ തന്നെ എന്താണ് അടുത്ത ഒരു മൂവ്മെന്റിൽ നമുക്ക് കിട്ടും. സെയിം ഡിസ്റ്റൻസ്. ഇതിനെ ഇപ്പം എ ഡാഷ് ബി ഡാഷ് എന്ന് ഞാൻ വിളിക്കുകയാണ്. സി ഡാഷ്. ഓക്കെ, സെയിം ഡിസ്റ്റൻസ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഒരു ലോങ് റേഞ്ചിൽ നമുക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് പറ്റും. സോ എത്ര ഓപ്പറേഷൻസ് ഒരു ലീനിയർ അറേഞ്ച്മെന്റ്സിൽ ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ, അപ്പം ലീനിയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ എത്രത്തോളം നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുപോകുമോ അന്നേരം എല്ലാം ഈ സെയിം ഔട്ട്കം തന്നെയാണ് നമുക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞു എ ബി സി ആണെന്ന് പറഞ്ഞു അല്ലെ. ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ തന്നെ സെയിം പാറ്റേൺ ആയിട്ട് എനിക്കിവിടെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്താണ്? ട്രാൻസ്ലേഷൻ സിമെട്രി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഏത് വരുന്ന എ ടു ബി വരെയുള്ള ലെങ്ത് ആണ് അല്ലെങ്കിൽ നമ്മൾ പീരിയഡ് ഇല്ലെങ്കിൽ ഫണ്ടമെന്റൽ ട്രാൻസ്ലേഷൻ എന്ന് പറയും. സോ ഫണ്ടമെന്റൽ ട്രാൻസ്ലേഷൻ ഓർ പീരിയഡ് എന്നാണ് എ എന്നുള്ളത് കൊണ്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇനി ഈ എ ബി, ഇനി ഇത് ഒയും ഇത് പിയുമായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇത് ഇങ്ങോട്ടേക്കുള്ള ഡയറക്ഷൻ ആണ്. അതായത് ഒയിൽ നിന്ന് പിയിലേക്കാണ് പോകുന്നത്. ഈ എ ബി സി എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു? ഈ റിപ്പീറ്റ് ചെയ്യുമ്പോഴെല്ലാം എന്താണ്? സെയിം കാര്യം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് എ ട്രാൻസ്ലേഷണൽ സിമെട്രി. അവരുടെ ട്രാൻസ്ലേഷണൽ സിമെട്രി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ എന്താണ് അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ട്രാൻസ്ലേഷണൽ സിമെട്രി എന്ന് പറയുന്നത് is the invariance of a system's physical property or structure when shifted by a specific distance in a given direction. തന്നിരിക്കുന്ന ഡിറക്ഷനിൽ ഒരു സ്പെസിഫിക് ഡിറക്ഷനിൽ ഒരു സ്പെസിഫിക് ലെങ്തിൽ ഡിസ്റ്റൻസിൽ, അതാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന എ. ഓക്കെ, ആ ഒരു സ്പെസിഫിക് ലെങ്തിൽ ഡിസ്റ്റൻസിൽ ഒരു ഒബ്ജക്റ്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്ട്രക്ചറിനോ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനോ ഒന്നും എന്ത് വരത്തില്ല? ഒരു മാറ്റവും വരത്തില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ സെഡ് ഇറ്റ് ആസ് എ ട്രാൻസ്ലേഷൻ സിമെട്രി. ഓക്കെ, ഇനി അതേപോലെ ഇത് എ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പീരിയഡിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? എം എ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിലെ എം എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ വാല്യൂ ആണ്. ദാറ്റ് ക്യാൻ ബി 1 2 3 അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, ട്രാൻസ്ലേഷണൽ സിമെട്രി നമുക്ക് 1 ഡയമെൻഷനിലും റെപ്രസെന്റ് ചെയ്യാം, 2 ഡയമെൻഷനിലും 3 ഡയമെൻഷനിലും ഒക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി എല്ലാ ക്രിസ്റ്റലൈൻ സോളിഡിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സിമെട്രിയാണ് ട്രാൻസ്ലേഷണൽ സിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ സോളിഡ്സിലും ഇത് പ്രോസസ്സ് ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് മനസ്സിലായോ? അത് വരാൻ കാരണം അതിലുള്ള യൂണിറ്റ് സെല്ലിന്റെ റിപ്പീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കൊണ്ടാണ് അത് ട്രാൻസ്ലേഷണൽ സിമെട്രി എല്ലാത്തിലും പോസിബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, 3 ഡയമെൻഷനിൽ ഇപ്പൊ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ അറിയുന്നത് 3 ഡയമെൻഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈസ് കാര്യങ്ങളും അറിയുന്നത് അതിന്റെ എഡ്ജിന്റെ ലെങ്ത് ആയിട്ടുള്ള എ ബി സി എന്ന് പറയുന്ന ലെങ്തും അതേപോലെ തന്നെ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന ആംഗിൾസും വെച്ചായിരിക്കും 3 ഡയമെൻഷനിൽ എന്താ സെല്ലിന്റെ സൈസും കാര്യങ്ങളൊക്കെ അറിയുന്നത്. സോ അതിലൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ ട്രാൻസ്ലേഷൻ ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിൽ ആ ഒബ്ജക്റ്റ് എത്ര മാറ്റിയാലും എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസിനൊന്നും മാറ്റമില്ലാതെ അത് മാറുന്നുണ്ടെങ്കിൽ വി ക്യാൻ നെയിം ഇറ്റ് ആസ് എ ട്രാൻസ്ലേഷൻ സിമെട്രി. ഇനി രണ്ടാമത്തെ സിമെട്രിയാണ് പോയിന്റ് സിമെട്രി. പോയിന്റ് സിമെട്രി ആകുമ്പം അതിനെ നമുക്ക് എന്താണ് മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. മൂന്നായിട്ട് തരംതിരിക്കുമ്പം ഫസ്റ്റ് വൺ ആണ് റിഫ്ലക്ഷൻ ഇൻ എ പ്ലെയിൻ, ഇൻവേർഷൻ, റൊട്ടേഷൻ അബൌട്ട് ആൻ ആക്സിസ്. ഓക്കെ, ഇത് മൂന്നും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. സോ പോയിന്റഡ് സിമെട്രി ആണ്
പിന്നെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്ഷൻ സിമെട്രി. എന്താണ് റിഫ്ലക്ഷൻ സിമെട്രി? പേര് പോലെ തന്നെയാണ്, അതിന്റെ ഒരു മിറർ ഇമേജ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതായത് ജസ്റ്റ് ഇമാജിൻ, ഞാൻ ഒരു ട്രയാങ്കിളിനെ ഞാൻ എടുക്കുന്നു. സോറി, ട്രയാങ്കിൾ ഒന്ന് കുറവായിപ്പോയി. ഓക്കെ, സോ ട്രയാങ്കിളിനെ ഞാൻ എടുക്കുന്നു. സോ ദിസ് വിൽ ബി എ ബി സി. ഓക്കെ, ഒരു മിറർ ഒബ്ജക്റ്റ് വെച്ച് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. സോ എനിക്ക് ഓപ്പോസിറ്റ് എന്ത് കിട്ടുന്നു? സെയിം മിറർ ഇമേജ്, സെയിം സാധനത്തിന്റെ മിറർ ഇമേജ്, എ ഡാഷ് ബി ഡാഷ് സി ഡാഷ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? അതിനെ നമുക്ക് റിഫ്ലക്ഷൻ സിമെട്രി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ സിമെട്രി എന്ന് പറയുന്നത്. ഇനി റിഫ്ലക്ഷൻ സിമെട്രി ആണെങ്കിൽ നമുക്ക് അതിന് 1 ഡയമെൻഷനിലും 2 ഡയമെൻഷനിലും 3 ഡയമെൻഷനിലും ഒക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. 1 ഡയമെൻഷനിൽ നമ്മൾ പറയുന്നതിനുള്ള ഒരു എക്സാമ്പിൾ, ഓക്കെ, 1 ഡയമെൻഷന്റെ കേസ് നമ്മൾ എടുക്കുകയാണ്. ജസ്റ്റ് ഇമാജിൻ, 1 ഡയമെൻഷനിൽ ഞാൻ ഒരു ഡംബൽ, ഡെയിലി യൂസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഡംബൽ, അതിനെ ഞാൻ ഇവിടെ കൊണ്ട് ക്രോസ് ചെയ്യുന്നു. സോ ഞാൻ ഇവിടെ ഒരു പാർട്ടീഷൻ എടുക്കുന്നു. സോ ദിസ് വിൽ ബി എം എൻ, ഡിവൈഡ് ചെയ്തു. സോ ദിസ് വിൽ ബി എ ആൻഡ് ബി. ഓക്കെ, ഇത് എയും ഇത് ബിയുമാണ്. ജസ്റ്റ് ഇമാജിൻ, ഈ ഒരു പോയിന്റിനെ ഒ ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ എ ഒ എന്ന് പറയുന്ന പോർഷൻ സെയിം തന്നെയാണ് ഒ ബിയിൽ വരുന്നത്. അതിനെ രണ്ടായിട്ട് മുറിച്ചിട്ടും എന്താണ്, ആ സെയിം മിറർ ഇമേജ് തന്നെയാണ് ഇപ്പുറത്തും വരുന്നത്, അല്ലെ? ഈ ഒ എ ആണ് നമ്മൾ സെന്റർ ഓഫ് സിമെട്രി. വൺ ഡയമെൻഷൻ ആകുമ്പോൾ അത് ലീനിയർ അറേഞ്ച്മെന്റ്സിലാണ് വരുന്നത്. സോ ഇറ്റ് വിൽ ബി സെന്റർ ഓഫ് സിമെട്രി ആയിരിക്കും. ഓക്കെ, ഈ ഒ എന്ന് പറയുന്ന പോയിന്റ്. സോ അതിനെ രണ്ടായിട്ട് വെക്കുമ്പോൾ നമുക്ക് എന്താണ്, എ തൊട്ട് ഒ വരെ എന്ന് പറയുന്നത്, ഒ തൊട്ട് ബി വരെ എന്ന് പറയുന്നത് ഇതിന്റെ എ ഒയുടെ റിഫ്ലക്ഷൻ ആണ് ഒ ബിയുടേത്, ഒ ബിക്ക് വരുന്നത്. ഒരു എം എൻ കൊണ്ട് നമ്മൾ, മിറർ പ്ലെയിൻ കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ ഒരു ഇമേജ് തന്നെയായിരിക്കും. സോ ലീനിയർ ഒബ്ജക്റ്റിന് എപ്പോഴും ഒരു സെന്റർ ഓഫ് സിമെട്രിയെ കാണത്തുള്ളൂ. ഓക്കെ, എപ്പോഴും ഒരു സെന്റർ ഓഫ് സിമെട്രി ആണ് ഇതിന് വരുന്നത്. അതൊന്ന് ഓർത്തു വെച്ചത്. ഇനി സെക്കൻഡ് ഒബ്ജക്റ്റ്, 2 ഡയമെൻഷൻ, അതെന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് ആണ്. ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിളിൽ പറയാം. നമ്മളുടെ ലെറ്റേഴ്സ് ആയിട്ടുള്ള, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന യു ആൻഡ് വി. യു ഒന്ന് ഒന്ന് ഡിവൈഡ് ചെയ്തേ, ഇത് ഇത്രയും തന്നെയാണ്, ഇത് ഇത്രയും, അതിന്റെ ഒരു മിറർ ഇമേജ് ആണ്. വി കണ്ടോ, വി വരുന്നുണ്ട്. ഇതെല്ലാം എന്താണ്, മിറർ ഇമേജ് തന്നെയാണ് വരുന്നത്. ഇനി വേറൊരു ലെറ്റർ എടുക്കുകയാണ്. ഇതിനെ നമ്മൾ ഇതാ പാർട്ടീഷൻ ചെയ്തു. ഓക്കെ, നടുക്കൂടെ നമ്മൾ അതിനെ വിട്ടു. എന്താണ്, ഇതിന്റെ മിറർ ഇമേജിനാണ് ഇത് വരുന്നത്. ബട്ട് ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, നടുക്കൂടെ നമുക്ക് ഒന്നും കൂടെ ഇതിനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. നടുക്കൂടെ ഒന്നുകൂടെ ഇതിനെ നമുക്ക് ഇതിനെ വിടുവാണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്, അതിന്റെ മിറർ ഇമേജ് തന്നെയാണ് വരുന്നത്. സോ ഇവിടെ ഒരു ആക്സിസ് ഓഫ് സിമെട്രിയെ നമ്മൾ യൂസ് ചെയ്തുള്ളൂ. പക്ഷേ എക്സ് എന്ന് പറയുന്ന ലെറ്റർ എടുത്തപ്പോൾ നമ്മൾ 2 ആക്സിസ് ഓഫ് സിമെട്രി നമ്മൾ യൂസ് ചെയ്തു. രണ്ടാമത്തെ ഒരു ലെറ്റർ നോക്കുക, എച്ച്. ഇങ്ങനെ മുറിക്കുമ്പോൾ അത് ഹാഫ് ആണ്. നടുക്കൂടെയും കൂടെ ഒന്ന് മുറിക്കുമ്പോൾ എന്താണ്, വീണ്ടും അത് ഹാഫ് ആവുന്നുണ്ട്. സോ ഇതിന് നമുക്ക് എന്താണ്, 2 ആക്സിസ് ഓഫ് സിമെട്രീസ് ആണ് ഉള്ളത്. 1 ഡയമെൻഷനിൽ പോയേക്കുന്ന ആ ഒരു എം എൻ എന്ന് പറയുന്നതിന് നമ്മൾ സെന്റർ ഓഫ് സിമെട്രി പറഞ്ഞെങ്കിൽ 2 ഡയമെൻഷനിൽ വന്നപ്പോൾ അത് ആക്സിസ് ഓഫ് സിമെട്രി ആയി. ഓക്കെ, ഈ നമ്മൾ ഈ ലൈനെ മുറിക്കുന്ന ആ ഒരു ഇതിനെ തന്നെയാണ് നമ്മൾ പറയുന്നത് ആക്സിസ് ഓഫ് സിമെട്രി എന്ന്. സോ ഇവിടെ നമുക്ക് ഇപ്പൊ എന്തൊരു കാര്യം നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും, 2 ഡയമെൻഷനിൽ ഒബ്ജക്റ്റിന് ഒന്നിൽ കൂടുതൽ ആക്സിസ് ഓഫ് സിമെട്രീസ് വരാൻ പറ്റും. പക്ഷെ ലീനിയറിനകത്ത് അല്ലെങ്കിൽ 1 ഡയമെൻഷനകത്ത് എത്രയാണ്, ഒരെണ്ണവേ വരത്തുള്ളൂ. ബട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിനെക്കാട്ടിലും കൂടുതൽ വരും. 1 വരാം, 2 വരാം, 3 വരാം, അങ്ങനെ എത്ര ആക്സിസ് ഓഫ് സിമെട്രി വരും എന്നുള്ള കാര്യം അതിന്റെ ഷേപ്പ് വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്. സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ടേക്ക് ഒരു സ്ക്വയറിനെ കൺസിഡർ ചെയ്യും. അതിനെ നമുക്ക് എങ്ങനെയൊക്കെയാണ്, നോർമലി ഇങ്ങനെ മുറിക്കാം, ഇതുപോലെ മുറിക്കാം, കോർണേഴ്സ് ടു കോർണർ മുറിക്കാൻ പറ്റും, അല്ലയോ? അപ്പൊ എങ്ങനെ,
നമുക്ക് 4 രീതിയിൽ ഇതിനെ മുറിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന് എത്ര 4 ആക്സിസ് ഓഫ് സിമെട്രി ആണുള്ളത്. 4 രീതിയിൽ പാർട്ടീഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് സെയിം റിഫ്ലക്ഷൻ ഇമേജ് കിട്ടും. സോ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഇതിന് എത്ര ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടായിരിക്കും? 4 ഉണ്ടായിരിക്കും. ഇനി 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെയും എന്താണ് മൾട്ടിപ്പിൾ പ്ലെയിൻ ഓഫ് സിമെട്രി ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ആണ് ക്യൂബ് വരുന്നത്. ക്യൂബ് നമ്മളിപ്പോൾ എടുക്കുകയാണ്. ഓക്കെ, ക്യൂബ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഇവിടെ ചെയ്തതുപോലെ തന്നെ അതിനെ നമുക്ക് ഈ ഒരു പ്ലെയിൻ ഉപയോഗിച്ച് നമുക്ക് മുറിക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു പ്ലെയിന്, അതായത് അതിന്റെ നടുക്കൂടെ വെച്ചിട്ട് നമ്മൾ അതിനെ മുറിച്ചു. ഇനി ഈ ഫേസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് നമുക്ക് മുറിക്കാൻ പറ്റും. കണ്ടോ, ആ നടുഭാഗം വെച്ചിട്ട് നമുക്ക് മുറിക്കാൻ പറ്റും. ഇനി വേറെ ഏത് പോർഷൻ വെച്ച് മുറിക്കാൻ പറ്റും? വേറെ ഏതാ വരുന്നത്? ഈ പോർഷൻ ഇവിടുന്ന് ഈ രീതിക്ക് നമുക്ക് മുറിക്കാൻ പറ്റും. സോ ഇത് തന്നെ എന്തുകൊണ്ട് 3 നമുക്ക് മുറിക്കാൻ പറ്റും. ഇനി 3 മാത്രമല്ല, ഇനിയും നമുക്ക് വേറെ രീതിയിലും ഈ ക്യൂബിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. റിഫ്ലക്ഷൻ സിമെട്രിയിലെ പ്ലെയിൻ ഓഫ് റിഫ്ലക്ഷൻ നമുക്ക് ഇനിയും നമുക്ക് എടുക്കാൻ പറ്റും. ഇനി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഇതിൽ ഞാൻ പറയാം. ഇതിൽ നമ്മളിപ്പോ 3 പറഞ്ഞു അല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നതിൽ 6 നമുക്ക് പറ്റും. ഈ കോർണർ ടു കോർണർ, ഓക്കെ, ഒരെണ്ണം. ആ കോർണർ ടു കോർണർ വരുന്നത് പോലെ തന്നെ ബാക്കിയുള്ള കോർണർ ടു കോർണർ നമുക്ക് എന്ത് കിട്ടും? ആക്സിസ് നമുക്ക് പറ്റും. പ്ലെയിൻ റിഫ്ലക്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് ഇമാജിൻ ഇവിടെ നിങ്ങോട്ടേക്ക് ആക്സിസ് ഓഫ് സിമെട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും എന്താണ്? അതിന്റെ മിറർ ഇമേജ് ആണ്. എക്സാക്ട്ലി ഇതാണ്ട് ഇതും എടുക്കുക, ഇതും മിറർ ഇമേജ് ആണ്. സോ അങ്ങനെ ഇനി ഈ പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുക, അതേപോലെ തന്നെ തിരിച്ചു എടുക്കുക. ഇനി ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോവാം, ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോവാം. സോ അങ്ങനെ വരുമ്പോൾ എത്ര എണ്ണം വരും? 6 വരും. ഇതിൽ നമുക്ക് 6 കിട്ടും, ഇവിടെ 3 കിട്ടും. സോ എത്ര സിമെട്രീസ്, എത്ര ആക്സിസ് ഉണ്ട്? പ്ലെയിൻ ഓഫ് റിഫ്ലക്ഷൻ 3 ഡയമെൻഷനിൽ ക്യൂബ് എടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടു? 9 നമുക്ക് അവിടെ കിട്ടി. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതില് ഒറ്റ ആക്സിസ് ഓഫ് സിമെട്രി, സെന്റർ ഓഫ് സിമെട്രി ആണ് വന്നിരിക്കുന്നത്. ഇതില് ഒന്നിൽ കൂടുതലുണ്ട്, ഇവിടെ ഒന്നിൽ കൂടുതൽ വരുന്നുണ്ട്. സോ എന്താണ് മിറർ എന്ന് പറയുന്നത്? ഒബ്ജക്റ്റിന്റെ ഒരു മിറർ സിമെട്രിക്കൽ ആണ്. അതിനെ ഒരു മിറർ റിഫ്ലക്ഷൻ, അതിനെ നമ്മൾ ഹാഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിന്റെ മിറർ റിഫ്ലക്ഷൻ തന്നെയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? മിറർ റിഫ്ലക്ഷൻ സിമെട്രി എന്ന് പറയാനായിട്ട് പറ്റും. ഇനി എനാറ്റിയോമോർഫസ് എന്ന് പറയുന്ന ഒരു ടേം നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. എന്താണ് എനാറ്റിയോമോർഫസ്? ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തേരെ. എ പെയർ ഓഫ് മിറർ അസിമെട്രിക്കൽ ഒബ്ജക്ട് ദാറ്റ് ആർ റിഫ്ലക്ഷൻ ഓഫ് ഈച്ച് അതർ, നോ ട്രാൻസ്ലേഷൻ ക്യാൻ സൂപ്പർഇംപോസ് ദം. സോ എന്താ പറയുന്നത്? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇപ്പം കണ്ടില്ലേ, ഒരു മിറർ അസിമെട്രിക്കൽ ഒബ്ജക്റ്റ്. ഓക്കെ, ആ മിറർ അസിമെട്രിക്കൽ ഒബ്ജക്റ്റിന്റെ പേരിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോർഫസ് എന്ന് പറയുന്നത്. കറക്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റും റൈറ്റ് ഹാൻഡും, കൈ ആണെങ്കിലും കാലാണെങ്കിലും ഷൂ ആണെങ്കിലും ഹാൻഡ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇറ്റ് വിൽ ബി എ റിഫ്ലക്ഷൻ. പക്ഷെ എന്തായിരിക്കും? അതിനെ നമുക്ക് സൂപ്പർഇംപോസ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ റിഫ്ലക്ഷൻ ആണ്. പരസ്പരം അത് അതേപോലെ തന്നെ എടുത്ത് അതിന്റെ മണ്ടയ്ക്കോട്ട് വെക്കുവാണെങ്കിൽ അത് ഒരുമിക്കുവോ? ഇല്ല. സോ ഇറ്റ് വിൽ നോട്ട് ബി സൂപ്പർഇംപോസ്. പക്ഷേ അതിന്റെ റിഫ്ലക്ഷൻസ് എന്തായിരിക്കും? ഒരു മിറർ ഇമേജ് ആയിരിക്കും. സോ അങ്ങനെയുള്ള പെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എനാറ്റിമോർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻവേർഷൻ ഓർ റൊട്ടേഷണൽ സിമെട്രി. എന്താണ് ഇൻവേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻവേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്
അതിനെ തിരിച്ചിടുക എന്നൊരർത്ഥമാണ് വരുന്നത്. സോ ഇൻവേർഷൻ എടുക്കുമ്പം ഇതിനെ നമ്മൾ എന്താണ് സെന്റർ ഓഫ് സിമെട്രി ആയിട്ടാണ് അതിന് പറയുന്ന മറ്റൊരു പേരാണ് സെന്റർ ഓഫ് സിമെട്രി. അതും എന്ത് തന്നെയാണ്, ഒരു പോയിന്റ് കൂടെ ഇൻവേർട്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നിൽക്കണം, ഇൻവേരിയന്റ് ആയിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, അതും ഒരു ഇൻവേർഷൻ സിമെട്രി ആണ്. ഒരു എക്സാമ്പിൾ കാണിക്കാം. ഹെക്സഗൺ എടുക്കുന്നു. നമ്മളിതിന് എക്സും വൈയും മാച്ചസ് കൊടുക്കുന്നു. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഓക്കെ, ഇതാണ് ഇതിനെ നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. ഇത് സോറി, ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് മൈനസ് വൈ ആക്സിസ്, ഇത് മൈനസ് എക്സ് ആക്സിസ്. ഓക്കെ, എക്ക് ഓപ്പോസിറ്റ് വരുന്നത് എ ഡാഷ്, ബിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ബി ഡാഷ്, സിക്ക് ഓപ്പോസിറ്റ് വരുന്നത് സി ഡാഷ്, ഡിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഡി ഡാഷ്. സോ ഇനി ഇവിടെ നമ്മൾ ഇൻവേർഷൻ, ഇതിനെ നമ്മൾ തിരിച്ചിടുക. തിരിച്ചിടുമ്പോൾ എന്ത് ചെയ്യും, ഈ കിടക്കുന്ന ഇത്രയും പോർഷൻ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് സൈഡ് വരും. അതായത് അതെങ്ങനെ ഇരിക്കുന്നു, അതിന്റെ നെയിംസ് എല്ലാം എന്താകും, ഇപ്പുറത്തെ പോർഷനിലേക്ക് ഷിഫ്റ്റ് ആകും. ഇങ്ങനെ നമ്മൾ എടുക്കുന്നു. സോ ഇവിടെ എ ഡാഷ് ആകും, ഇത് ബി ഡാഷ് ആകും, ഇത് സി ഡാഷ് ആകും, ഇത് ഡി ഡാഷ് ആകും, ഇത് എ ആകും, ഇത് ബി ആകും, ഇത് സി ആകും, സോറി, ഇത് സി ആകും, ഇത് ഡി ആകും. ഓക്കെ, അങ്ങനെ ഒരു ഇൻവേർഷൻ സംഭവിക്കുമ്പോൾ അതിന് എന്തുണ്ടായിരിക്കും, ഈ ഒരു ഇത്രയും പോർഷൻ തിരിഞ്ഞ് ഇപ്പുറത്തെ പോർഷനിലേക്ക് എത്തും. സോ എന്നാലും ആ ഒബ്ജക്റ്റ് സെയിം തന്നെ റിമൈൻ ചെയ്തു, അങ്ങനെ തന്നെ അവിടെ എന്തുണ്ട്, തുടരുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അതെന്താണ്, ഇൻവേർഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനിയും ഓരോ ഒബ്ജക്റ്റിനനുസരിച്ച് എന്താണ് ഇൻവേർഷനും ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ എടുക്കുന്ന സിമെട്രിക് ഒബ്ജക്റ്റിന്റെ അനുസരിച്ചായിരിക്കും അവിടെ ഇൻവേർഷന്റെ ഇത് വരുന്നത്. ഓക്കെ, ഇനി എപ്പോഴും ഇൻവേർഷൻ ചെയ്യുമ്പോൾ 2 ഡയമെൻഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും അതിനെന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. 2 ഡയമെൻഷന് 180 ഡിഗ്രി ആയിരിക്കും അതിന്റെ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 2 ഡയമെൻഷനും 3 ഡയമെൻഷനും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇൻവേർഷൻ എന്ന് പറയുന്നത്. 3 ഡയമെൻഷൻ വരുമ്പോൾ ക്യൂബിന് എടുത്താൽ മതി. ക്യൂബിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഒരു ഇൻവേർഷൻ കൊടുക്കുമ്പോൾ എന്താകും, അതും ഇതേപോലെ തന്നെ ആ ഒരു പോയിന്റിൽ നിന്ന് മാറി നെയിംസ് എന്ത് ചെയ്യും, ഈ ഒരു ഫേസ് താഴെ വരും, ഈ താഴത്തെ ഫേസ് മുകളിലേക്ക് വരും. അതായിരിക്കും അവിടെ നടക്കുന്ന ഇൻവേർഷൻ എന്ന് പറയുന്നത്. നമ്മൾ തിരിക്കുന്നതിന്റെ അനുസരിച്ചായിരിക്കും അവിടെ ഇൻവേർഷൻസ് ഒക്കെ വരുന്നത്. സോ ഇൻവേർഷൻ്റെ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു പോർഷൻ നമ്മൾ ഏതൊരു ഒബ്ജക്റ്റ് ആണോ ആ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ തിരിച്ചിടുകയും ഇൻവേർട്ട് ചെയ്യുമ്പോൾ അത് ഇൻവേരിയന്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതിനെ നമുക്ക് ഇൻവേർഷൻ ഇല്ലെങ്കിൽ സെന്റർ ഓഫ് സിമെട്രി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതില് നമ്മൾ ഒരു പോയിന്റിൽ കൂടെ ആണ് പോകുന്നതെന്ന് പറഞ്ഞില്ലേ, ഒരു ഒറിജിനോ. ഓക്കെ, അതിനെയാണ് നമ്മൾ സെന്റർ ഓഫ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റൊട്ടേഷണൽ സിമെട്രി. റൊട്ടേഷണൽ സിമെട്രി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ഒരു ഒബ്ജക്റ്റ്, ഓക്കെ, ആ ഒബ്ജക്റ്റിനെ ആംഗിൾ വെച്ചിട്ട് തിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ നിൽക്കുന്നോ അങ്ങനെ തന്നെ നമുക്ക് അതിനെ കിട്ടും. അതായത് നമ്മളിപ്പം ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എടുത്തു. ഓക്കെ, നമ്മൾ അതിനെ ഒന്ന് തിരിക്കുകയാണ്. ഈ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടം വരെ വന്നപ്പോൾ 180 ഡിഗ്രി തിരിച്ചപ്പോൾ ഈ പോയിന്റ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, വീണ്ടും ഒരു 180 കൂടെ തിരിക്കുമ്പോൾ ഇത് ഒറിജിനൽ സ്ഥാനത്തേക്ക് തന്നെ വരുന്നു. അതായത് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുമ്പോൾ അത് ഒറിജിനൽ സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. സോ റൊട്ടേഷണൽ സിമെട്രി എന്ന് പറയുമ്പോൾ അതും ഇൻവേരിയന്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ആംഗിൾ തിരിക്കുമ്പോൾ ഇൻവേരിയന്റ് ആയിട്ട് നമുക്കൊരു കംപ്ലീറ്റ് റൊട്ടേഷൻ നമ്മളതിൽ കംപ്ലീറ്റ് ചെയ്യും. തീറ്റ ഈക്വൽ ടു 2π എന്നുള്ള ഒരു ആംഗിളിന്റെ ബേസിസിൽ അത് വരും. അപ്പം എങ്ങനെയാണോ ഇരുന്നത്, എത്ര ആംഗിൾ തിരിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ വരുന്നുണ്ട്. അതായത്
ജസ്റ്റ് ഇമാജിൻ ഒരു നമ്മളിപ്പം ഒരു ലെറ്റർ എണ്ണെടുത്തെന്നിരിക്കട്ടെ, ഇതിനെ 180 ഡിഗ്രി തിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഫോം ദ സെയിം ഇമേജ്. ഇത് സെയിം ആയിട്ട് തന്നെ നിൽക്കും, ഇൻവേരിയന്റ് ആയിട്ട് തന്നെ നിൽക്കും, ഇതേപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യും അല്ലെ. വീണ്ടും ഒരു 180 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, 360 ഡിഗ്രി ആകും. അതൊരു കംപ്ലീറ്റ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു, അപ്പോഴും എന്തിനായിരിക്കും, എൻ തന്നെയാണ്. സോ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ 360 ഡിഗ്രി ആണ്. അപ്പം എത്ര കറക്കിയാലും എങ്ങനെ ഒരു വസ്തു എങ്ങനെ ഇരിക്കുന്നു അത് അതേപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ 360 ഡിഗ്രിയിലേക്ക് വീണ്ടും അത് വരണം. സോ തീറ്റ ഷുഡ് ബി ഈക്വൽ ടു 2π. 2π വരെ നമുക്ക് മാക്സിമം അതിനെ തിരിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇനി എത്ര വട്ടം തിരിച്ചു എന്നുള്ളതിനെയാണ് നമ്മൾ എൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ എത്ര വട്ടം നമ്മൾ തിരിച്ചു എന്നുള്ളതാണ് എൻ തീറ്റ ഇസ് ഈക്വൽ ടു 2π ഓർ തീറ്റ ഇസ് ഈക്വൽ ടു 2π/n. 2π എന്ന് പറയുന്നത് എന്താണ്, 360 ആണ്. 360/n. ഇനി ജസ്റ്റ് നോക്ക്, n ഈക്വൽ ടു 1 ആണെങ്കിൽ വൺ ഫോൾഡ് ഇല്ലെങ്കിൽ ഐഡന്റിറ്റി ആക്സിസ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് 360. അതിനെ 360 ഡിഗ്രി തിരിച്ചാൽ മാത്രമേ, ഒരു വട്ടം 360 ഡിഗ്രി തിരിച്ചാൽ മാത്രമേ അതെന്താവത്തുള്ളൂ, ആ ഒരു രീതിയിൽ അത് എക്സിസ്റ്റ് ചെയ്ത് നിൽക്കത്തുള്ളൂ. ഇനി n=2 എടുക്കുകയാണെന്നിരിക്കട്ടെ. n=2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ 2 ഫോൾഡ്. അതായത് 2 പ്രാവശ്യം ഞാൻ 180 ഡിഗ്രി തിരിച്ചാലാണ് എനിക്ക് എന്ത് കിട്ടുക, അതിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് എനിക്കത് കിട്ടുക. n=3 വരുമ്പം 3 ഫോൾഡ്. 3 ഫോൾഡ് ആകുമ്പം 120. അതായത് ഇതിവിടെ വരുമ്പോൾ 180 + 180, ഇവിടെ വരുമ്പം 120 + 120 + 120 എന്താണ്, 360 തന്നെ നമുക്ക് ഫൈനലിലേക്ക് കിട്ടും. ഇനി n=4 ആണെങ്കിൽ 4 ഫോൾഡ് ആണ്. 4 ഫോൾഡ് വരുമ്പോൾ എന്താണ്, 90 + 90 + 90 + 90 ആയിരിക്കും. ഇനി n=5 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഫോർബിഡൻ ആണ്, അതിൽ വരില്ല. ഓക്കെ, n=7ഉം അതിന് മുകളിലുള്ള ഹയർ വേർഷൻസ് ഒന്നും ഇതിലേക്ക് വരില്ല. n=6 വരും. 6 എന്ന് പറയുമ്പോൾ 6 ടൈംസ് 60 ഡിഗ്രി, 60 + 60 + 60 + 60 + 60 + 60 ഇത്രയും വട്ടം ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരും. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺസിഡർ ഒരു ക്യൂബിന്റെ കേസാണ് എല്ലാത്തിനും നമുക്ക് കോമൺ ആയിട്ടും സിമ്പിൾ ആയിട്ടും പറയാൻ പറ്റുന്നത്. സോ ക്യൂബ് നമ്മൾ എടുക്കുന്നു. ക്യൂബിനെ ജസ്റ്റ് എന്താണ്, ഇമാജിൻ ഒരു സെൻട്രിൽ കൂടെ പോകുന്നു. AB എന്ന് പറയുന്ന ഒരു ആക്സിസ് സെൻട്രിൽ കൂടെ പോകുന്നു. ഇതിനെ 90 ഡിഗ്രി തിരിക്കുമ്പോൾ നമുക്ക് അതിനൊരു ചേഞ്ച് വരും. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ഇതിപ്പം ഇങ്ങോട്ടേക്ക് ഈ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഇതിനെ ഒരു 90 ഡിഗ്രി തിരിക്കുവാണെങ്കിൽ ഈ ഒരു പോർഷൻ ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, ഇങ്ങോട്ടേക്ക് ഞാൻ തിരിക്കുന്നെങ്കിൽ ഈ പാർട്ട് ഇങ്ങോട്ടേക്ക് വരും, ഈ ഭാഗങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് വരും. ഇനിയിപ്പം എത്ര വശം ഉണ്ടെന്ന് നോക്കിയാൽ മതി. അതായത് ഈ പാർട്ട് ഇങ്ങോട്ട് വന്നു, ഇനി വീണ്ടും ഒരു 90 ഡിഗ്രി ഇരിക്കുവാണെങ്കിൽ അത് ഇവിടെത്തും, വീണ്ടും 90 ഡിഗ്രി ഇവിടെ, വീണ്ടും 90 ഡിഗ്രി ഇവിടെ. അപ്പൊ എത്രയായി, 4 90 ഡിഗ്രി ഒറിജിനൽ പൊസിഷനിൽ അത് എക്സിസ്റ്റ് ചെയ്തു. സോ 90 ഡിഗ്രി 4 പ്രാവശ്യം തിരിച്ചപ്പം ഒരു ക്യൂബ് നമുക്ക് അവിടെ ഒരു റൊട്ടേഷണൽ സിമെട്രി നമുക്ക് എടുക്കാൻ പറ്റി. സോ അതെന്തായിരിക്കും, n=4 വരുമ്പോൾ 4 ഫോൾഡ് സിമെട്രി ആയിരിക്കും അവിടെ വരിക. 4 ഫോൾഡ് ആക്സിസ് ഓഫ് സിമെട്രി ആണ് അവിടെ കിട്ടുക. ഇനി 3D ഒബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3D ഒബ്ജക്റ്റിന് ഒരുപാട് ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട്. ഓക്കെ, ക്യൂബിന്റെ കേസിൽ എടുക്കാം. ക്യൂബിന്റെ കേസിൽ മുമ്പേ ഞാൻ പറഞ്ഞപ്പം 9 ഞാൻ പറഞ്ഞു അല്ലെ. ഇവിടുത്തെ കേസിൽ വരുമ്പം റൊട്ടേഷണൽ സിമെട്രിയുടെ കേസിൽ വരുമ്പം 3 4 ഫോൾഡ് റൊട്ടേഷൻ ആക്സിസ് ഉണ്ട്. അതേപോലെ 6 2 ഫോൾഡ് ഉണ്ട്. അതേപോലെ തന്നെ 4 3 ഫോൾഡ് ഉണ്ട്. ഓക്കെ, ഇത്രയും കേസസ് ക്യൂബിനുണ്ട്. ഇത്രയും പോസിബിലിറ്റീസ് ക്യൂബിന് ഉണ്ടാകും. 4 ഫോൾഡ് റൊട്ടേഷൻ, അതായത് 3 ടൈപ്പിലെ 4 4 ഫോൾഡ്, അതായത് 3 രീതിയിൽ 4 പ്രാവശ്യം 90 ഡിഗ്രി ആയിട്ട് അതിനെ തിരിച്ചാൽ നമുക്ക് എന്താണ്, ആ സെയിം ഇതിൽ തന്നെ കിട്ടും. 6 തവണ 6 ടൈപ്പില്
ടു ഫോൾഡ്, അതായത് 180 ഡിഗ്രി തിരിക്കുവാണെങ്കിൽ നമുക്ക് ആ സെയിം സാധനം കിട്ടും. ഇവിടെ വരുമ്പോൾ 4 3 ഫോൾഡ് ആണ്. 4 രീതിയിൽ അതിനെ ഒരു 120 ഡിഗ്രിയിൽ നമുക്ക് തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, 3 പ്രാവശ്യം തിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്യൂബിനെ സെയിം പൊസിഷനിൽ തന്നെ നമുക്ക് കിട്ടും. അതാണ് അവിടെ മീൻ ചെയ്തേക്കുന്നത്. സോ ഇത്രയാണ് സിമെട്രിയുടെ ബേസിസിൽ പറഞ്ഞേക്കുന്നത്. സോ ഇൻവേർഷൻ പറഞ്ഞു, ഒരു പോയിന്റ്, ആ പോയിന്റിൽ കൂടെ അതിനെ ഇൻവേർട്ട് ചെയ്തിടുമ്പോൾ ആ സെയിം രീതിയിൽ തന്നെ അത് എക്സിസ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിന്റെ സിമെട്രിക് ഒബ്ജക്റ്റിന്റെ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഇൻവേർഷൻ ഓരോന്നിനും യുണീക്ക് ആയിരിക്കും. ഓക്കെ, അതേപോലെ റൊട്ടേഷണൽ സിമെട്രി പറഞ്ഞു. ഒരു പർട്ടിക്കുലർ തീറ്റ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതേപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റൊട്ടേഷണൽ സിമെട്രി ആണ്. എൻ തീറ്റ ഇസ് ഈക്വൽ ടു 2π/n ആണ്, അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു 2π/n ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓരോന്നും വെച്ചു. n 1 ഉം 2 ഉം 3 ഉം 4 5 പോസിബിൾ അല്ല, 6 7 പോസിബിൾ അല്ല.